ദൃഢം അടുത്ത ഒരു ക്ലീഷേ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ആയിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. അഥവാ ആ ഒരു ജോൺറയിൽ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാത്ത ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ശോകം പടം എന്നും പറയാൻ പറ്റാത്ത, അത് ഒട്ടും മോശമാക്കിയിട്ടുള്ള ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് ആയിട്ട് മാത്രമാണ് എനിക്ക് ദൃഢം എന്നുള്ള സിനിമ ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. എന്തായാലും മായം തന്നെ നല്ല കാര്യം പറഞ്ഞു തുടങ്ങാം. പെർഫോമൻസസ് എസ്പെഷ്യലി ഷെയ്ൻ നിഗം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു ന്യൂ അഥവാ ജോയിനി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് പടത്തിൽ വരുന്നത്, ഒരു പോലീസ് ജോയിനി. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ ആൾ പെർഫോം ചെയ്ത് വെച്ചെന്ന് എനിക്ക് വരും. അഥവാ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ, പുതിയൊരു പോലീസ് ഓഫീസറിൻ്റെ മെൻ്റൽ ഹെൽത്തും അതുപോലെ ആളിൻ്റെ സ്ട്രെസ്സും ആളിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ ആൾ പോർട്രേ ചെയ്ത് വെച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സത്യസന്ധമായിട്ട് പറയാലോ, ഈവൻ ദോ ഓവറോൾ കുഴപ്പമില്ലാത്ത പെർഫോമൻസസ് ആണെങ്കിലും ഈ ഡയലോഗ്സിലും ഡയലോഗ് ഡെലിവറിയിലും അതുപോലെ ചില റിയാക്ഷൻസിലും എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. അത് ഈ നടീനടന്മാരുടെ മാത്രം പ്രശ്നമാണ് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഡയറക്ഷൻ്റെയും അതുപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെയും കൂടി പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അഥവാ ഇവർക്ക് കൊടുത്ത ഡയലോഗ്സ് തന്നെ ഭയങ്കര ഒരുമാതിരി അച്ചടി ഭാഷയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ മുകളിൽ ആ ഒരു ഡയലോഗ് ഡെലിവറിയും അതിനെ കൂടുതൽ ആർട്ടിഫിഷ്യൽ ആക്കുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് ഈ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസാരിക്കുന്നതിനിടയിൽ ആണോ, ഓ അതോ, ഓ അങ്ങനെയോ എന്ന് പറയുന്ന ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ചു ഈ സിനിമയിൽ. സോ ഓവറോൾ പെർഫോമൻസസ് ഒന്നും കുഴപ്പമില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ സത്യം പറഞ്ഞ ഓവറോൾ പെർഫോമൻസിന് കുറച്ചൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യിപ്പിച്ചു. അത് ഡെഫിനറ്റ്ലി പടത്തെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മേക്കിംഗ് വൈസ് അഥവാ ടെക്നിക്കലി പടം നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അഥവാ ഇതുപോലത്തെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ പടത്തിന് ഏത് രീതിയിലാണോ വീഡിയോയും ഓഡിയോയും പ്രസൻറ്റ് ചെയ്യുന്നത് അത് അവർ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിഗംഭീരം വേറെ ലെവൽ എന്നൊന്നും പറയാനില്ലെങ്കിൽ ഒട്ടും മോശമല്ല, നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് നൈസായിരുന്നു. ശ്രീരാഗ് സജി എന്ന് പറയുന്ന ഒരാളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആളിൻ്റെ പ്രീവിയസ് വർക്ക്സ് ആയിട്ട് ഞാൻ അത്രയ്ക്കും എനിക്ക് ഒരു അറിവില്ല, ബട്ട് ആൾ ഈ പടത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ടെക്നോ മോഡേൺ ഇലക്ട്രോണിക് പരിപാടിയൊക്കെ പിടിച്ച് നൈസായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഒരു ഹെവി റോക്ക് മെറ്റൽ പരിപാടി ഉണ്ട്, അതൊക്കെ നൈസായിരുന്നു. ആൾ മ്യൂസിക് നൈസായിരുന്നു. അതുപോലെ ഈ പടത്തിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഫൈറ്റ് സീൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നല്ല കൊറിയോഗ്രഫി വൈസ് ആണെങ്കിലും ആ ഒരു മ്യൂസിക് വൈസ് ആണെങ്കിലും ആ പെർഫോമൻസ് എടുത്തു വെച്ച ആ ഒരു എഫേർട്ട് ആണെങ്കിലും മൊത്തത്തിൽ ഒരു നൈസ് ഫൈറ്റ് സീനായിട്ട് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ സീൻ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ മച്ചാൻ ഒരു ആക്ഷൻ പടം എടുത്ത് വെക്കായിരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടർ മച്ചാന്. ബട്ട് നൈസ് ഫൈറ്റ് സീനായിരുന്നു ഡെഫിനറ്റ്ലി. അതുപോലെ വേറെ കുറച്ച് സീൻസും എനിക്ക് നൈസായിട്ട് തോന്നി. ബട്ട് ഓവറോൾ പടം എനിക്ക് ഒരു എൻഗേജിങ് ഫാക്ടർ മിസ്സിങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അഥവാ ഈ പടത്തിൽ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ പടത്തിൽ പോലീസ് ഓഫീസർ നമ്മൾ പറഞ്ഞല്ലോ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഈ ലീഡുകൾ കിട്ടാൻ, അതായത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ലീഡുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കേസ് സത്യം പറഞ്ഞാൽ മൊത്തം സിനിമയും മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിങ്ങേ കിട്ടിയില്ല. അഥവാ അന്വേഷണം എവിടെയാണോ തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ സിനിമ മൊത്തം എനിക്ക് കിട്ടിയത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊന്നും അനങ്ങണ പോലെയില്ല, സെക്കൻഡ് ഹാഫിൽ ഇച്ചിരിയെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരാൻ തുടങ്ങിയത്. അത് സത്യം പറഞ്ഞ ഒരു നൈസ് സാധനം തന്നെ, ഒരു കോൺസെപ്റ്റ് തന്നെ. അഥവാ പുതിയതായി ജോയിൻ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറിന് ലീഡുകൾ കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് ഓഡിയൻസിനെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചാണെങ്കിൽ ഇത് സത്യം പറഞ്ഞ ഒരു വേറെ ലെവൽ പടമാണെന്ന്. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം നമുക്ക് ഇമോഷണലി ആ ഒരു ക്യാരക്ടറിനോട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് പടത്തിന് ഡെഫിനറ്റ്ലി ആ ഒരു എൻഗേജിങ് ഫാക്ടർ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലെ കിട്ടി. ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് നടന്നാലും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. അതുപോലെ ഈ പടത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഈവൻ ദോ സാധനം കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ പരിപാടിയാണെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയില്ല. കാരണം എഗൈൻ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ആ ക്യാരക്ടേഴ്സിനോട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് ഓക്കെ ശരി ഇനി അങ്ങോട്ടേക്ക് പോ എന്ന് പറയുന്ന ഒരു ഫീല് ആ ഒരു ട്വിസ്റ്റ് താഴ്ന്നു പോയി. അതായത് അഗൈൻ ഒരു ഓക്കെ ലെവലിലേക്ക് താഴ്ന്നു പോയി. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു ഭയങ്കര വെറുപ്പിക്കൽ പടമാണെന്നൊന്നുമല്ല പറയുന്നത്. ഒരു വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് പടമായിട്ട് മാത്രമാണ് എനിക്ക് ദൃഢം ഫീൽ ചെയ്തത്. ഒരു അടുത്ത കിഡിലൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറൊന്നും പറയാനില്ല, ബട്ട് ഒട്ടും മോശമാക്കിയിട്ടുമില്ല. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ. ബട്ട് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ ദൃഢം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.